ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്നത്തെ താരം എന്ന് പറയുന്നത് അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളാണ്. ഇത് രണ്ടാം തവണയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾ കാരണം ഒരു ഒരു പാനിക്കായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാകുന്നത്. ഇന്ന് നല്ലൊരു ദിവസം ആകേണ്ട ദിവസമായിരുന്നു. കാരണം നമ്മളെ മാർക്കറ്റ് കഴിഞ്ഞ അവസാനത്തെ ട്രേഡിംഗിലേക്ക് ശേഷം ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ഒരു 250 പോയിന്റിൻ്റെ ഒരു റാലി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ അതിൻ്റെ ഒരു ബലം നമുക്കിന്ന് കിട്ടിയില്ല. അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾ ശക്തമായിട്ടുള്ള ഇടിവ് രേഖപ്പെടുത്തി. US ബ്രൈബറി കേസ് രജിസ്റ്റർ ചെയ്തു. 2 ലക്ഷം മാർക്കറ്റ് ക്യാപ്പാണ് അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളുടെ ഇന്ന് ഒരു സിംഗിൾ ഡേ കൊണ്ട് വൈപ്പ് ഔട്ട് ആയത്. ഇങ്ങനെ ഒരു ഇഷ്യൂ സംഭവിക്കുമ്പോൾ അദാനി സ്റ്റോക്കുകൾക്ക് മാത്രമല്ല ഇത് എഫക്റ്റ് ആകുക. സ്വാഭാവികമായിട്ടും PSU ബാങ്കിങ് കമ്പനികൾക്ക് എഫക്റ്റ് ആകും. കാരണം PSU ബാങ്ക് വലിയ തോതിൽ ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. SB ഉൾപ്പെടെയുള്ള ബാങ്കുകളും അതല്ലെങ്കിൽ PSU ബാങ്കിങ് സെക്ടർ തന്നെ ഇന്ന് ശക്തമായിട്ടുള്ളൊരു ഫോള് രേഖപ്പെടുത്തി. അങ്ങനെ നിഫ്റ്റി വീണ്ടും 5 മന്ത് ലോയിലേക്ക് വീണ്ടും പഴയ കഥയാണ് നമുക്ക് പറയാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാനും ഉള്ളത്. ഇതിനിടയിൽ 2 പോസിറ്റീവായിട്ടുള്ള കാര്യം. ഒന്ന്, എലക്ഷൻ എക്സിറ്റ് പോള് ബലം BJPക്ക് കുറച്ച് അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് 2 സ്ഥലത്തും ഉള്ളതെങ്കിൽ കൂടിയും കുറച്ച് മുൻതൂക്കം BJPക്ക് ഉണ്ട് എന്നുള്ള ഒരു കാര്യവും. കൂടാതെ തന്നെ ഗോൾഡ്മാൻ സാക്ക് എന്ന് പറയുന്ന അമേരിക്കൻ റേറ്റിംഗ് ഏജൻസി പറഞ്ഞിരിക്കുന്നത് 2025 ഡിസംബറോടെ ഒരു വർഷത്തിന് ശേഷം നിഫ്റ്റി ഏകദേശം 27,000 പോകുമെന്നാണ് പറയുന്നത്. 27,000, അതായത് ഇപ്പോൾ നിഫ്റ്റിക്ക് 24,000 സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് 3,000 പോയിന്റ് റാലി രേഖപ്പെടുത്തുന്നതാണ് ആര് പറയുന്നത്? ഗോൾഡ്മാൻ സാക്ക് എന്ന് പറയുന്ന US ബ്രോക്കറിംഗ് സ്ഥാപനം പറയുന്നത്. ഇത് മാത്രമാണ് നമുക്കുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഇന്ത്യയിലേക്ക് ഫണ്ട് ഇൻഫ്ലോ വരുമെന്ന് ചൈനയിലേക്കുള്ള FISൻ്റെ ഫണ്ട് ഔട്ട്ഫ്ലോ ഇന്ത്യയിൽ നിന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു ആ ഒരു ഫണ്ട് ഔട്ട്ഫ്ലോക്ക് ഒരു കുറവ് വന്ന് ഇന്ത്യയിലേക്ക് ഫണ്ട് ഇൻഫ്ലോ വരുമെന്ന് നുവാമ എന്ന് പറയുന്നൊരു ബ്രോക്കറും പറഞ്ഞിരുന്നു. ഈ 2 ഘടകങ്ങളാണ് ഈ 2 ബ്രോക്കറിംഗ് സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് പോസിറ്റീവായിട്ടുള്ളൂ. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് ടെൻഷനും സ്വാഭാവികമായിട്ടും നമുക്ക് ഉക്രൈൻ റഷ്യ ടെൻഷനും ഇപ്പോൾ അദാനിയുടെ പുതിയ പ്രശ്നവും FISൻ്റെ സെല്ലിങ്ങും ഡിസംബർ സ്വാഭാവികമായിട്ട് വലിയ മൂവ്മെൻറ്റ് ഉണ്ടാവാറില്ല. അപ്പോൾ അതുമെല്ലാം തന്നെ നമ്മൾ കാത്തിരിക്കുന്ന മറ്റുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പക്ഷേ ഇന്നത്തെ ഒരു ഫോളും ഇതായിട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇനി നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വലിയൊരു ബെയറിഷ് ക്യാൻഡിൽ. പിന്നീട് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട്. 23,350 എന്ന റേഞ്ചിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ ലെവൽ തന്നെയാണ് കഴിഞ്ഞ ദിവസവും ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നിഫ്റ്റിയിൽ അദാനി എൻ്റർപ്രൈസസ് 22%, പോർട്ട് 13%, SBI ലൈഫ്, NTPC, SPAN തുടങ്ങിയ കമ്പനീസ് വലിയ തോതിൽ ഇടിവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് പവർ ഗ്രിഡ്, അൾട്രാടെക് സിമെൻറ്റ്, ഹിൻഡൽകോ, ഗ്രാസിം, HCL ടെക് തുടങ്ങിയ കമ്പനീസ് നേട്ടം കൈവരിച്ചു. ഇതിൽ നേട്ടം കൈവരിച്ചു എന്ന് പറയുമ്പോൾ പവർ ഗ്രിഡൊക്കെയാണ് നേട്ടം കൈവരിച്ചു എന്ന് പറയാൻ സാധിക്കുള്ളൂ, ഒരു 3.5%. കൂടാതെ ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 97,000, $4,274 ബിറ്റ്കോയിൻ സ്പൈക്ക് രേഖപ്പെടുത്തിയത്. അപ്പോൾ ബിറ്റ്കോയിൻ നിക്ഷേപിച്ച ആളുകൾക്ക് ഇപ്പോൾ നല്ല കാലമാണ്. അതുപോലെ തന്നെയാണ് ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് ഗോൾഡും $2,667 പെർ ഔൺസ്. ഇന്ത്യ വിക്സ് ഇന്ന് 15.9. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ നെഗറ്റീവാണ്. ജപ്പാൻ മാർക്കറ്റും ഏഷ്യനെല്ലാം തന്നെ മിക്സഡാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന. യൂറോപ്യൻ മാർക്കറ്റും മിക്സ്ഡ് എന്നാൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിൽ തന്നെയാണ് ആഗോള മാർക്കറ്റുകളെല്ലാം തന്നെ ഉള്ളത്. കാരണം ഉക്രൈൻ റഷ്യ വാറും ഉക്രൈന് US നിർമ്മിത മിസൈലിൻ്റെ ബാൻ മാറ്റിയതും അല്ലെങ്കിൽ റഷ്യ അവിടുത്തെ ആണവായുധ തീരുമാനങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതെല്ലാം തന്നെ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തന്നെ രൂക്ഷമാക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അവിടുത്തെ പ്രശ്നം വേണ്ട, നമുക്ക് നമ്മുടെ ലോക്കൽ ക്യൂസ് തന്നെ നമ്മുടെ മാർക്കറ്റിനെ ഇടിക്കാനായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളൊരു പ്രത്യേകത. ആഗോള ന്യൂസ് ഇല്ലാതെ തന്നെ നമ്മളുടേതായിട്ടുള്ള കാരണം കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് ഇടിയുന്നുണ്ട്. അപ്പോൾ പുറമേ നിന്നുള്ള ന്യൂസുകളൊന്നും ഇപ്പോൾ തൽക്കാലം ഇന്ത്യൻ മാർക്കറ്റ് എടുക്കുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഇന്നുള്ളത്. ഡെറിവേറ്റീവിനെ സംബന്ധിച്ചുള്ള ഒരു പ്രധാന അപ്ഡേറ്റ് ആണുള്ളത്. ലോട്ട് സൈസ് എല്ലാം തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നിഫ്റ്റിയുടെ ലോട്ട് സൈസ് 25 നിന്ന് 75ലേക്കും, ബാങ്ക് നിഫ്റ്റി 15 നിന്ന് 30ലേക്കും, മിഡ് ക്യാപ്പും ഫിനാൻസ് നിഫ്റ്റിയും കൂടാതെ തന്നെ സെൻസെക്സും ബാങ്ക് എക്സും എല്ലാം തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എങ്കിലും
ഈ നമ്മളെ പ്ലാറ്റ്ഫോമിലെല്ലാം തന്നെ അത് റിഫ്ലക്റ്റ് ആയിട്ടില്ല. ഇപ്പോഴും നമ്മൾ ഡിസംബറിൻ്റെ എല്ലാം തന്നെ നിഫ്റ്റിയുടെ ലോട്ട് ഇപ്പോൾ സ്റ്റിൽ 25 കിടക്കുന്നത്. പിന്നീടുള്ള വലിയ മാറ്റം നമ്മൾ ഇപ്പോൾ നിഫ്റ്റിയുടെ എല്ലാം തന്നെ കറൻറ്റ് ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ നിഫ്റ്റി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മാർജിൻ കൂടുതൽ വേണം. നെക്സ്റ്റ് വീക്ക് എടുക്കുകയാണെങ്കിൽ മാർജിൻ കുറച്ച് മതി. അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് യൂസ്ഡ് ആവണമെങ്കിൽ കുറച്ച് എക്സ്പയറി ഒക്കെ കഴിയണം. കാരണം അടിമുടി മാറ്റങ്ങൾക്ക് വിധേയമാകുകയാണ് ഇന്ത്യൻ മാർക്കറ്റ്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ആദ്യമായിട്ടുള്ളത് ഇന്ത്യൻ ഹോട്ടലാണ്. ഇന്ത്യൻ ഹോട്ടൽ മോർഗൻ സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് ഏജൻസി ഇന്ത്യൻ ഹോട്ടലിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ NBCC കമ്പനിക്ക് 202 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. സിസിലോൺ കമ്പനിയുടെ CEO പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ബിസിനസ് ബുക്കിങ്ങും എല്ലാം തന്നെ എക്സ്പാൻഡ് ചെയ്യും, ബിസിനസ് വളരുമെന്നാണ് അവർ പറയുന്നത്. LNT മൈൻട്രി LIC എന്ന് പറയുന്ന കമ്പനി LNT മൈൻട്രിയിലെ ഉള്ള LICയുടെ നിക്ഷേപം ഉയർത്തുകയാണ്. ടാറ്റ പവർ കമ്പനി ഇവർ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. BHEL കമ്പനിക്ക് 35,000 കോടി രൂപയുടെ ഓർഡർ കിട്ടി. എയർടെൽ കമ്പനി 14 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് സെപ്റ്റംബറിൽ കൊഴിഞ്ഞുപോയി. റിലയൻസ് 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കൊഴിഞ്ഞുപോയി. ഡിക്സൺ ടെക് കമ്പനി ആപ്പിളായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. അപ്പോൾ BSNലേക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. ആംബർ ഇവരുടെ ആംബറും ആപ്പിളായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. PG ഇലക്ട്രോപ്ലാസ്റ്റ്, KRN ഹീറ്റ് എക്സ്ചേഞ്ചർ, ബ്ലൂ സ്റ്റാർ ഈ 3 കമ്പനീസും ഇവർ അടുത്ത സമ്മറിൽ നമ്മളുടെ എയർ കണ്ടീഷൻ ഡിമാൻഡ് ഡബിൾ ആവുമെന്നാണ് ഈ കമ്പനീസൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 കമ്പനീസ് ഇന്ന് റാലി രേഖപ്പെടുത്തി. GTL ഇൻഡസ്ട്രീസ് കമ്പനി ഇവർ പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സിംഗ്ല കൺസ്ട്രക്ഷനായിട്ട് സൈൻ ചെയ്തു. VIP ഇൻഡസ്ട്രീസ് കമ്പനി ഇവർ ഒരു മേജർ അക്യൂസിഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ള അഡ്വെൻ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ VIP ഇൻഡസ്ട്രീസ് ഒരു മേജർ അക്യൂസിഷൻ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോഴുള്ള നമ്മളുടെ ന്യൂസുകൾ. ഇനി നമുക്ക് ഡിവിഡൻഡ് അതുപോലെയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ട്രേഡ് ബഡി എന്നുള്ള ടാബിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ട്രേഡ് ബഡിയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കിറ്റക്സ് പോലുള്ള കമ്പനീസ് എല്ലാം തന്നെ ഇന്ന് വലിയ നേട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനിടയിൽ. അപ്പോൾ നാളെ രാവിലെ 7:00 എത്താം. താങ്ക് യു.